റെയിൽവേയിൽ ഒരു ജോലി നേടിയെടുക്കുക ഒരുപാട് ആളുകളുടെ ആഗ്രഹമാണെന്നറിയാം. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും മികച്ച ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എങ്ങനെ നമുക്കൊരു റെയിൽവേയിൽ ഒരു ജോലി നേടിയെടുക്കാം എന്നുള്ളതിന് ഒരു ഉത്തരമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മാതാപിതാക്കളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ സുഹൃത്തുക്കളിലേക്കും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാട് പേർക്ക് അറിയാത്ത, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേർക്ക് അറിയാത്ത വളരെ പ്രയോജനമുള്ള ഒരു ഇൻഫർമേഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ആദ്യം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് എങ്ങനെ റെയിൽവേയിൽ ഒരു ജോലി നേടിയെടുക്കാം, വളരെ എളുപ്പത്തിൽ നമുക്കൊരു ജോലി എങ്ങനെ നേടിയെടുക്കാം, അതിനുള്ള ഏറ്റവും മികച്ച അവസരം നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ. അതാണ് RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. എന്താണ് RRB ഗ്രൂപ്പ് ഡി എക്സാം? ഒരുപാട് പേർക്ക് അറിയാത്ത ഒരു ചോദ്യമാണ്. എന്താണ് RRB ഗ്രൂപ്പ് ഡി എക്സാം? റെയിൽവേയിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ ഏറ്റവും കുറഞ്ഞ ക്വാളിഫിക്കേഷനും ആവശ്യമുള്ള, അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു എക്സാം എന്നറിയപ്പെടുന്ന ഒരു പരീക്ഷയാണ് റെയിൽവേ ഗ്രൂപ്പ് ഡി പരീക്ഷകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ റെയിൽവേ പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, ഒരു ഡിപ്പാർട്ട്മെന്റ് എങ്ങനെങ്കിലും ഒരു സർവീസിലേക്ക് ഒന്ന് കയറിയാൽ മതി, അങ്ങനെ കയറി കഴിഞ്ഞാൽ പിന്നെ ടെസ്റ്റ് ഒക്കെ എഴുതി ഞാൻ മുകളിലേക്ക് പൊയ്ക്കോളാം എന്ന് വിചാരിക്കുന്ന കുറെ ആളുകളുണ്ട്. അങ്ങനെ റെയിൽവേയിലേക്ക് ഒന്ന് എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഏറ്റവും മികച്ച അവസരമാണ് RRB ഗ്രൂപ്പ് ഡി. അപ്പൊ RRB ഗ്രൂപ്പ് ഡി എന്താണെന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. റെയിൽവേയുടെ സൈഡിൽ നിന്ന് വരുന്ന 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മാത്രം ആവശ്യമുള്ള, നോക്കൂ, 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മാത്രം ആവശ്യമുള്ള 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെ ഏജ് ലിമിറ്റ് എഴുതാൻ സാധിക്കുന്ന പരീക്ഷയാണ് RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം ഹൈലൈറ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം അതാണ്. എന്താണ്? 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മതി നമുക്ക്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ. മറ്റൊന്നെന്താ? 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതിൽ തന്നെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. എന്താണ് ഏജ് റിലാക്സേഷൻ വരുന്നത്? OBC കാറ്റഗറി ആളുകളാണെങ്കിൽ 3 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. SC ST കാറ്റഗറി ആളുകളാണെന്നുണ്ടെങ്കിൽ 5 ഇയർ റിലാക്സേഷൻ ഉണ്ട്. ഫിസിക്കലി പ്രോബ്ലം ഉള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ അപ് ടു 15 ഇയേഴ്സ് വരെ, അവരുടെ ഡിസബിലിറ്റി അനുസരിച്ച് 15 ഇയേഴ്സ് വരെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പരീക്ഷയാണ് റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ റെയിൽവേ സർവീസിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നവർക്ക് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ഈ ഒരു ഏജ് ലിമിറ്റിൽ അകത്ത് വരുന്ന, അല്ലെങ്കിൽ ഈ ഏജ് റിലാക്സേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ആളുകളാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ഈ എക്സാം നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും മികച്ച അവസരമാണ് ഉള്ളത്. എന്താണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് ചോദിച്ചാൽ, ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഇപ്പോൾ ലൈവാണ്. 31/1/2026 മുതൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 2/3/2026, അതായത് മാർച്ച് 2-ാം തീയതി വരെ നമുക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ട് മക്കളെ. ഈ ഒരു കാര്യം വളരെ വൃത്തിയായിട്ട് നിങ്ങൾ ഓർക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന, എനിക്കറിയാം ഒരുപാട് ആളുകൾക്ക് ഈ എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾക്കോ, അല്ലെങ്കിൽ മാതാപിതാക്കളാണെന്ന് കാണുന്നതെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ ഒക്കെ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാവർക്കും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. മാർച്ച് 2-ാം തീയതി വരെ സമയമുണ്ട്. ഈ ഒരു വിലപ്പെട്ട ഇൻഫർമേഷൻ ആണ് ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങളെ അറിയിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിച്ചാൽ ഇതിലേക്ക് കയറാൻ പറ്റും എന്നുള്ള എളുപ്പ വഴികളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് മനസ്സിലായി, എന്താണ് ഏജ് ലിമിറ്റ് എന്ന് മനസ്സിലായി, എവരെയാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി എത്രയാണ് ഇതിനകത്ത് വേക്കൻസി, എത്രയാണ് ഇതിന്റെ ഇനിഷ്യൽ സാലറി സ്കെയില്? മക്കളെ, ഇതിന്റെ വേക്കൻസി ഇപ്പൊ വന്നിരിക്കുന്നത് 22,000-ഓളം വേക്കൻസിയാണ് നിലവിൽ എന്തിനുള്ളത്? RRB ഗ്രൂപ്പ് ഡിക്കുള്ളത്. എല്ലാ വർഷവും റെയിൽവേ ഇപ്പൊ പരീക്ഷ വിളിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് വേക്കൻസി ഈ ലെവലിൽ നിൽക്കുന്നത്. സാധാരണ ഒരു 3 വർഷം കൂടുമ്പോഴാണ് ഈ എക്സാമിന് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഏകദേശം 1 ലക്ഷത്തോളം വേക്കൻസി ഒക്കെ വരുമായിരുന്നു. ഇപ്പൊ ഇയർലി ആയതുകൊണ്ടാണ് എന്ത് വന്നിരിക്കുന്നത്? 22,000-ഓളം വേക്കൻസി എന്നിട്ടും ഈ എക്സാമിന് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിന്റെ ഇനിഷ്യൽ പേ സ്കെയിൽ പറയുന്നത്, ബേസിക് പറയുന്നത് 18,000 രൂപ. ബേസിക് എന്ന ആയിരിക്കത്തില്ല നമ്മുടെ കൈ കിട്ടുന്നത്. ബേസിക്, DA, മറ്റ് അലവൻസുകൾ എല്ലാം കൂടെ ചേർത്ത് നിലവിൽ ഒരു 35,000 വരെ സാലറി ഉണ്ട്. അടുത്ത പേ സ്കെയിൽ വരുമ്പോൾ 40 to 50,000 വരെ കയ്യിൽ സാലറി കിട്ടുന്ന പോസ്റ്റാണ് RRB ഗ്രൂപ്പ് ഡി പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഡിയെ പറ്റി മറ്റൊരു വലിയ ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞു തന്നു. ഇപ്പൊ വിളിച്ച നോട്ടിഫിക്കേഷനിൽ ഏകദേശം 22,000-ഓളം വേക്കൻസി ഉണ്ട്. കൂടാതെ എന്തുണ്ട്? സാലറി സ്കെയിൽ എന്ന് പറയുന്നത് ഒരു 30 to 35 റേഞ്ചിൽ വന്ന് നിൽക്കുന്ന സാലറി സ്കെയിലാണ് ഉള്ളത്. ഇനി ഈ
കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യുന്നതിന് ഫീസ് മറ്റു കാര്യങ്ങളുണ്ടോ? ഫീസ് ഉണ്ട്. ഫീസ് വരുന്നതെന്ന് പറയുന്നത് 500 രൂപയാണ് ബോയ്സിനൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് വരുന്നത്. എന്നാൽ ചില സ്കീമിൽ വരുന്ന, അതായത് SC ST വരുന്നുണ്ട്, ഗേൾസിന് വരുന്നുണ്ട്, അങ്ങനെയുള്ള ചില കാറ്റഗറി ആളുകൾക്ക് 250 റുപ്പീസേ ഉള്ളൂ എന്തെന്ന് പറയുന്നത് എക്സാമിന് അപ്ലൈ ചെയ്യുന്ന ഫീസ് എന്ന് പറയുന്നത്. ഇത് റീഫണ്ടബിൾ ആണ്. 500 രൂപ കൊടുത്ത് അപ്ലൈ ചെയ്യുന്നവർക്ക് CBT1 കഴിയുമ്പോൾ 400 റുപ്പീസ് റീഫണ്ടബിൾ ആയിട്ട് കിട്ടും. 250 അപ്ലൈ ചെയ്യുന്നവർക്ക് 250 എന്ത് കിട്ടും? റീഫണ്ടബിൾ ആയിട്ട് കിട്ടും. അപ്പൊ അപ്ലൈ ചെയ്യുന്നവർ സീരിയസ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നവരാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഏത് സൈറ്റിലൂടെ അപ്ലൈ ചെയ്യാം? www.rrbcdg.gov.in എന്ന് പറയുന്ന റെയിൽവേയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള സൈറ്റിൽ കയറി നിങ്ങൾക്ക് എന്തിനെ കുറിച്ച് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു ഗ്രൂപ്പ് ഡി എക്സാമിനെ പറ്റി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങളുടെ കയ്യിലോട്ട് എത്തിയല്ലോ. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞിട്ട് IT ഉള്ളവർക്ക് ചില പോസ്റ്റുകൾ എക്സ്ട്രാ ഉണ്ട്. അതുപോലെ തന്നെ റെയിൽവേയിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. അപ്രന്റീസ്ഷിപ്പ് ചെയ്ത ആളുകൾക്ക് അപ്പോൾ അവർക്കൊക്കെ ചില വെയിറ്റേജുകൾ, ഗ്രേസ് മാർക്കുകൾ, കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് മിനിമം 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ഏതൊരാൾക്കും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം എന്ന് മനസ്സിലാക്കുക. ഈ ഒരു ചാൻസ് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു ചാൻസ് നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. അപ്പൊ റെയിൽവേ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് റെയിൽവേയിലേക്ക് കയറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും എളുപ്പമുള്ള പരീക്ഷയാണ് എന്തെന്ന് പറയുന്നത് റെയിൽവേ ഗ്രൂപ്പ് ഡി പരീക്ഷ എന്ന് പറയുന്നത്. ഇനി അപ്പൊ ചോദിക്കും, സാർ എന്തൊക്കെയാ ഇതിന് പഠിക്കാനുള്ളത്? അതൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ? എങ്ങനെ ഞങ്ങൾ ഇതിന് പ്രിപ്പയർ ചെയ്യും? അതാണ് ഇനി എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഞാൻ നോക്കൂ മക്കളെ, എന്തൊക്കെയാ ഇതിന് പഠിക്കാനുള്ളത്? റെയിൽവേ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പഠിക്കേണ്ട സബ്ജക്റ്റ് എന്ന് വെച്ചാൽ 4 സബ്ജക്റ്റുകളാണ് പഠിക്കേണ്ടത്. അത് വരുന്നത് ജനറൽ സയൻസ്, മാത്സ്, GK, അതുപോലെ തന്നെ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന സബ്ജക്ട്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്ന് പറയുന്ന സബ്ജക്ട്. അതായത് 4 സബ്ജക്റ്റുകൾ. അപ്പൊ 4 സബ്ജക്റ്റുകൾ പഠിക്കുമെന്ന് വെച്ചാൽ മാത്സ് പഠിക്കണം, റീസണിങ് പഠിക്കണം, അതുപോലെ തന്നെ എന്ത് പഠിക്കണം? ജനറൽ സയൻസ് പഠിക്കണം, അതുപോലെ ജനറൽ അവയർനെസ് പഠിക്കണം. 4 സബ്ജക്റ്റിനും 25, അതുപോലെ റീസണിങ്ങിന് ഒരു 30 മാർക്ക്, GKക്ക് എത്ര? 20 മാർക്ക് ചേർത്ത് 100. ക്വസ്റ്റ്യൻസിന്റെ എണ്ണവും മാർക്സും സെയിം തന്നെയാണ്. 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു രീതിയിൽ കൃത്യമായി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സാമിന് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. എന്തെന്ന് പറയുന്നത് ഇതിന്റെ CBT1 എന്ന് പറയുന്ന ടയർ 1 എക്സാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ മാത്സും റീസണിങ്ങും ചേർത്ത് എത്ര മാർക്ക് ഉണ്ട് മക്കളെ? മാത്സും റീസണിങ്ങും ചേർത്ത് എത്ര മാർക്ക് വരുന്നുണ്ട് പറഞ്ഞേ? മാത്സും റീസണിങ്ങും ചേർത്തിട്ട് തന്നെ നമുക്ക് വരുന്നത് മാത്സിൽ നിന്ന് 25 മാർക്ക് വരുന്നുണ്ട് കേട്ടോ. മാത്സിൽ നിന്ന് നമുക്ക് വരുന്നത് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്. റീസണിങ്ങിൽ മാത്സിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്. റീസണിങ്ങിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്. ജനറൽ സയൻസിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്. ഏത് 3 പാർട്ടിൽ നിന്ന് തന്നെ എത്രയായി? 80 ക്വസ്റ്റ്യൻസും 80 മാർക്കുമായി. ശ്രദ്ധിച്ചോ നിങ്ങൾ? റീസണിങ്ങിൽ നിന്ന് എന്തുവാണ് റീസണിങ്, എന്താണ് മാത്സ്, എന്താണ് ജനറൽ സയൻസ്? ജനറൽ സയൻസിനകത്ത് വരുന്നത് മക്കളെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതും എന്താണ് 10th ലെവലിലുള്ള മാത്സിന്റെ കാര്യങ്ങൾ വരെ വരുന്നുള്ളൂ. ലോജിക്കൽ റീസണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ലോജിക്കൽ സെൻസ് അളക്കുന്ന കുറച്ച് പാട്ടുകളാണ് എന്തിൽ വരുന്നത്? ഈ 30 മാർക്സ് ക്വസ്റ്റിനകത്ത് വരുന്നത്. വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. മാത്സ് റീസണിംഗ് മാത്രം 55% മാർക്കുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ PSC ഓറിയന്റഡ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ PSCക്ക് നിങ്ങൾ നോക്കൂ, 10 മുതൽ 20% മാർക്ക് മാത്രമേ PSC എക്സാംസിന് എന്ത് വരുന്നുള്ളൂ? QA+RA മാത്സും റീസണിങ്ങും കൂടെ ചേർത്ത് വരുന്നുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ആ ഒരു മോഡിൽ പഠിച്ചാൽ ഒരിക്കലും നമുക്ക് എന്ത് കിട്ടത്തില്ല? ഈ പറയുന്ന RRB എക്സാം, RRBയുടെ ഗ്രൂപ്പ് ഡി എക്സാം പോലെയുള്ള എക്സാം പോലും നമുക്ക് കിട്ടത്തില്ല. പരീക്ഷ പലപ്പോഴും നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ എഴുതാൻ പറ്റുന്നതുകൊണ്ട് PSC പ്രിപ്പയർ ചെയ്യിക്കുന്ന ആ മോഡിൽ പഠിച്ചാൽ മതിയോ എന്ന് വിചാരിക്കുന്നവരുണ്ട്. ആ മോഡിൽ പഠിച്ചാൽ പോരാ, ഒരു സ്റ്റാഫ് സെലക്ഷൻ റെയിൽവേ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന മോഡിൽ തന്നെ പഠിക്കണം. കാരണം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു, 55% മാർക്ക് മാത്സ് റീസണിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്നാണ്. ജനറൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 25 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. GKയിൽ നിന്ന് നമുക്ക് ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്തിനു വരുന്നത്? GKയിൽ നിന്ന് വരുന്നത് ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പം ഏകദേശം 80% സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് സിലബസ് അനുസരിച്ച് വൃത്തിയായി പഠിക്കാമെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന പരീക്ഷ മാത്രമാണ് RRBയുടെ CBT1 എക്സാം എന്ന് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? എന്ത് പഠിക്കണം,
എങ്ങനെ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ വേ ഓഫ് അപ്രോച്ച് എങ്ങനെയായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ചുമ്മാതെ നമ്മൾ കുറച്ച് GK സബ്ജക്ട്സ് എടുത്തു വെച്ച് വായിച്ചിട്ട് പോയി ഒരു പരീക്ഷ എഴുതിയാൽ RRB ഗ്രൂപ്പ് ഡി എക്സാം കിട്ടില്ല. കൃത്യമായി റെയിൽവേ SSC എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന, അതുകൊണ്ട് തന്നെ പഠിക്കുന്ന സെന്ററുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ SSC റെയിൽവേ പ്രിപ്പയർ ചെയ്യുന്ന സെന്ററുകളിൽ നിന്ന് തന്നെ ഇത്തരം എക്സാമുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യാവൂ, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവൂ. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ PSC പോലെയുള്ള സെന്ററുകൾ ഇതിനു വേണ്ടി ചൂസ് ചെയ്യരുത്. കാരണം ഇത് തന്നെയാണ്, അവർ 10 മുതൽ 20% മാത്രമാണ് മാത്സിൻ്റെ അത് കവർ ചെയ്ത് അവർ ആ ഒരു രീതിയിലാണ് പോകുന്നത്. 80% GK. നമ്മുടെയോ 80% സബ്ജക്റ്റും 20% മാത്രമാണ് GK. അപ്പൊ അത് ഓറിയന്റഡ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ പ്രാക്ടീസ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റെയിൽവേ ഗ്രൂപ്പ് ഡി പരീക്ഷ. അപ്പൊ CBT 1 ക്ലിയർ ചെയ്താൽ പിന്നെന്താ, പിന്നെ ആകെ ഉള്ളത് ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. അത് നമുക്കൊരു ചെറിയ ഓട്ടം മാത്രമാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെഡിക്കൽ എക്സാമിനേഷനും കഴിഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് എക്സാമിൽ കയറാം. അല്ലാതെ നമുക്ക് 2 പരീക്ഷയൊന്നുമില്ല, ഒറ്റ പരീക്ഷയേ ഉള്ളൂ. ആ ഒറ്റ പരീക്ഷ നന്നായി പഠിക്കണം. പക്ഷെ ഞാൻ എളുപ്പം കിട്ടുമെന്നൊന്നും പറയില്ല. ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിൾ ആയിരിക്കും, പക്ഷേ കട്ട് ഓഫുകൾ ഉയർന്നു വരാൻ ചാൻസ് ഉണ്ട്. കാരണം SSC ലെവൽ എക്സാം എഴുതുന്ന എല്ലാ ആളുകളും RRBയുടെ പരീക്ഷകൾ എഴുതും. അപ്പം നന്നായി മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക, പഠിക്കുക. പഠിച്ചാൽ ഉറപ്പായിട്ടും കിട്ടും. ഇപ്പൊ പഠിക്കേണ്ട എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ എന്തൊക്കെയാണ്, എന്നാണ് അപ്ലൈ ചെയ്യേണ്ടത്, എത്രയാണ് സാലറി, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. നമ്മുടെ ചാനലിൽ തന്നെ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് വരെ കാണിച്ചു തരുന്ന വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. പോയി കാണുക. എല്ലാ ഡൗട്ടുകളും ഏത് സോൺ സെലക്ട് ചെയ്യണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അത് കാണാനായിട്ട് ശ്രമിക്കുക. ഇനി ദിശ അക്കാഡമി ഈ എക്സാമുകളിൽ സീരിയസ്ലി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യണമെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ആ 2 ഓപ്ഷൻസ് കൂടി പരിചയപ്പെടുത്തുകയാണ്. ദിശയുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ RRB ഗ്രൂപ്പ് ഡി എക്സാമിനെ ഫോക്കസ് ചെയ്ത് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഫെബ്രുവരി 16 മുതൽ. ഫെബ്രുവരി 16 മൺഡേ മുതൽ ദിശയുടെ 5 ബ്രാഞ്ചുകളിലും, 5 ബ്രാഞ്ചുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് വരുന്നത്, ട്രിവാൻഡ്രം, കൊല്ലം, കൊട്ടാരക്കര, കോഴിക്കോട്, തൃശ്ശൂർ ബ്രാഞ്ചുകളിൽ ഫെബ്രുവരി 16 മുതൽ പുതിയ ബാച്ചുകൾ ആരംഭിക്കുകയാണ്. നമ്പർ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഏത് അക്കാഡമിയുടെ വേണമെങ്കിലും നമ്പർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പുതിയ ഓഫ്ലൈൻ ബാച്ച് RRB ഗ്രൂപ്പ് ഡി ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രമുള്ള ബാച്ച് ഫെബ്രുവരി 16 സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ ആണല്ലോ. അതുപോലെ കുറെ ആളുകൾ പറയുന്നു, സർ എനിക്ക് ഓഫ്ലൈനിൽ വന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഓൺലൈൻ ബാച്ചുകൾ ആരംഭിക്കുന്നു. RRB ഗ്രൂപ്പ് ഡിയുടെ പുതിയ ഓൺലൈൻ ബാച്ച് 299 എന്ന് പറയുന്ന ഇയർലി ഓഫറോട് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ ചെറിയ, ഏറ്റവും ചെറിയ ഫീസിലാണ് ഓഫ്ലൈനിലും ഓൺലൈനിലും നമ്മൾ ഈ കോഴ്സ്, ഗ്രൂപ്പ് ഡിയുടെ കോഴ്സിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒട്ടും സമയം നിങ്ങൾ പാഴാക്കേണ്ട. പ്യുവർലി ഗ്രൂപ്പ് ഡി എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട്, ഗ്രൂപ്പ് ഡി നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും മക്കളെ ദിശ അക്കാഡമി ഉറപ്പായിട്ടും തന്നിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ 2 സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ എങ്ങനെ ഈ എക്സാമിന് പഠിക്കണം എന്ന സംശയവും നിങ്ങൾക്ക് മാറിയിട്ടുണ്ട്. കാരണം അതിന് നമ്പറുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓൺലൈനായിട്ട് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. എന്നാൽ ഓഫ്ലൈനായിട്ട് അക്കാഡമികളിൽ വന്നിരുന്ന് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഫെബ്രുവരി 16 പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട്. ഇതിനു വേണ്ടി ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് പോലും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ദിശ അക്കാഡമിയിൽ എപ്പോഴും എല്ലാ മന്തും ബാച്ചുകൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും പല അക്കാഡമികളിലും പോയി ഫീസൊക്കെ കൊടുത്ത് ഇനി അവിടെ സാർ എനിക്ക് അവിടെ പോയിട്ട് പക്ഷേ ഓക്കെ ആയില്ല, എനിക്ക് ദിശയിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ദിശ അക്കാഡമി ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? 50% ഓഫിൽ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. 50%. അപ്പോൾ ദിശ അക്കാഡമിയുടെ റെഗുലർ കോഴ്സുകളിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ദിശ അക്കാഡമിയിൽ റെഗുലറായി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്കോളർഷിപ്പ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 50% ഓഫാണ് നമ്മൾ അതിൽ കൊടുക്കുന്നത്. 5 കുട്ടികൾക്കാണ് അത് കൊടുക്കുന്നത്. അതുപോലെ 25% ഓഫ് നമ്മൾ 10 സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 10% ഓഫ് എക്സാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൗകര്യവും കൂടി ഇതിനോടൊപ്പം പറയാനുണ്ടായ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ റെയിൽവേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്. ദീർഘനാളായി റെയിൽവേ എക്സാമുകൾക്ക് വേണ്ടി NTPC, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി, ALP, JE പോലെയുള്ള എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ട്. സ്റ്റാഫ് സെലക്ഷന്റെ CGL, CHSL, MTS പരീക്ഷ, GD പോലെയുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. അവർക്ക് ദിശ അക്കാഡമിയിൽ ചേർന്ന് തന്നെ പഠിക്കണം. ദിശ അക്കാഡമിയിൽ, മറ്റൊരു അക്കാഡമിയിൽ ചിലവരൊക്കെ പോയിട്ട് അവിടെ പോയി ഫീസ് പോയി, സാർ ഇവിടുത്തെ കണക്ക് റെഗുലറായിട്ട് എല്ലാ ദിവസവും ക്ലാസ്സുകളില്ല, എല്ലാ ദിവസവും മോണിറ്ററിംഗ് സിസ്റ്റം ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ പറയുന്ന കേന്ദ്ര സർക്കാർ ജോലിയിലേക്ക് കയറാനുള്ള ഈ സ്കോളർഷിപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ടെസ്റ്റ് എഴുതിയും അക്കാഡമിയിലേക്ക് എൻ്റർ ചെയ്ത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ
ക്ലിയർലി നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ആണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ റെയിൽവേ എക്സാമുകൾ ആഗ്രഹിക്കുന്ന, ഗ്രൂപ്പ് ഡി പരീക്ഷകൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ ഞാൻ അതിന്റെ വേക്കൻസിയെ പറ്റി പറഞ്ഞു, എന്താണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു, എന്ന് മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങണമെന്ന് പറഞ്ഞു. ഇനി ഒട്ടും സമയം നമുക്ക് കളയാനായിട്ടില്ല. കാരണം ഇപ്പൊ തന്നെ ഗ്രൂപ്പ് ഡിയുടെ കഴിഞ്ഞ വർഷത്തെ ഒരു എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു വർഷം നിങ്ങൾ ദിശ അക്കാഡമിയോട് ചേർന്ന് പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന എക്സാം മാത്രമാണ് റെയിൽവേ ഗ്രൂപ്പ് ഡി പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. നെക്സ്റ്റ് ഇയർ എല്ലാവർക്കും നല്ലൊരു എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു.